നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ശിവ എന്ന് പറയണം. ഇപ്പം ഈവനിങ് അല്ല, നൈറ്റായി. അപ്പം നമ്മളിത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ കോവിലിൻ്റെ അങ്ങോട്ട് പോവാണ്. പോയിട്ട് എന്തായാലും വന്നേലേ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചു. പിന്നെ അവിടെ എന്തോ ഇപ്പം കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് വെളിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരും. എന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കിടന്നൊന്നെങ്കിൽ ഉറങ്ങും. അപ്പം അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിതാ നൈറ്റ് വാക്ക് നടക്കുകയാണ്. നമ്മൾ നേരത്തെ കയറിയ വഴി കൂടെ നോക്കിയപ്പം ഷോർട്സ് ഇട്ടവർ അതൊഴി കയറ്റില്ല. അപ്പോൾ നമുക്ക് വേറെ വഴി ഉണ്ടോ എന്നിങ്ങനെ നോക്കാം. ഷോർട്സ് പക്ഷെ ഞങ്ങളല്ല ഗൈസ്, ഞങ്ങളുടെ കൂടെ നടക്കുന്ന 2 ഫയലുകളാണ്. അതുകൊണ്ട് അതുവഴി കയറാൻ പറ്റാത്തതുകൊണ്ട് വേറെ വഴി നോക്കുകയാണ് അകത്ത് കയറാനായിട്ട്. അബിക്ക് എന്തെങ്കിലും വാങ്ങണം. ഇപ്പം സമയം 10 മണിയാവാൻ പോണ്. നമ്മള് ഇപ്പം എവിടെയോ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. എവിടെ പോണേന്ന് ഒരു എത്തും പിടുത്തമില്ല. ഇനി അവിടെ പോയിട്ട് ഞാൻ വിചാരിച്ചു റൂമിൽ പോയിട്ട് കിടന്നുറങ്ങുമെന്ന്. പക്ഷെ ഉറക്കമൊന്നും ഇന്ന് ഉണ്ടാവണ കോളില്ല. അപ്പം ഇവിടെ ഏതോ ഒരു സ്ഥലമുണ്ട്, അവിടെ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്നും പറഞ്ഞാണ് പോണത്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണ് അവിടെ പ്രത്യേകത ഉള്ളത്. നമ്മൾ ഒരു 10-20 മിനിറ്റ് നടന്നത് എന്ത് സാധനം കാണാനെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇത് കാണാനാണ് നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്നത്. ഇതിലെന്താ ഇരിക്കണേന്ന് വെച്ചാ വലിയ പിടുത്തമില്ല. ഗരുഡൻ. ഇതിനെ കാണാനാണ് നമ്മൾ അവിടെ നിന്ന് നടന്നിങ്ങ് എത്തിയത്. ഇതിന്റെ ബാക്കിൽ ഇതുകൊണ്ട് കുചേലനും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ശരവണ ഭവൻ അവിടെ ഇരിക്കുകയാണ്. അവരെ കൂടെ നടന്നിട്ട് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കും. എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോവും. അവരെല്ലാവരും ഒരുമിച്ചാവും. അപ്പോൾ ഏകദേശം ഗുരുവായൂർ കോവിലിൻ്റെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ പഠിച്ചു ഒറ്റയ്ക്ക് നടന്ന്. അവരവിടെ എന്തോ ജ്യൂസും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി പോയി. എനിക്കത് അവിടെ ഒരു സിറ്റ് കിട്ടി. ഞാനിവിടെ സേഫാണ്. ഇനി അവർ ഏത് സമയത്ത് വരുമോ ഉണ്ടോ. ഞാൻ ഒരു റിങ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ റിങ്ങൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ കപ്പലണ്ടി ഇരിക്കണ ചേട്ടൻ നല്ലൊരു മാമൻ, ആ മാമൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു സീറ്റ് ഒപ്പിച്ച് ഇവിടെ ഇരിക്കണം. അവരിനി ഏത് കാലത്ത് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നാലും നമുക്കിവിടെ ഇരിക്കണം. നമ്മളെ റൂമിൻ്റെ അവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ആൾ നിൽക്കണം. എവിടെ പോയിട്ടാണ് ഈ വലിയ ആൾ വന്നതെന്ന് അറിയത്തില്ല ഗായ്സ്. വാമി അതിൻ്റെ അടുത്ത് നിൽക്കും. നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. നീ അവിടെ പോയി പിണ്ടം തലയിലിട്ട് ശിവ. അങ്ങനെ നമ്മുടെ എല്ലാ ചുറ്റലും കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഇനി വേറെ ഒന്നുമില്ല, കിടന്നുറങ്ങാൻ അത്രേ ഉള്ളൂ. ഇന്നലത്തെ ഉറക്കക്ഷീണമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഉള്ള ഇത്. പിന്നെ ഇനി നാളെ ഇനി ട്രെയിൻ കിട്ടി അവിടെ എത്തുമ്പം ഏത് പരിവാകുമെന്ന് എനിക്ക് ഒരിടത്തും പിടുത്തമില്ല. കാരണം എനിക്ക് മറ്റന്ന് ജോലിക്ക് പോകേണ്ടതാണ്. ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഉറങ്ങി കിടക്കും. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കിടന്നുറങ്ങാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.